ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ അർമേനിയൻ ട്രിപ്പിൻ്റെ 4-ാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടുണ്ടല്ലോ, നമ്മൾ അവിടെ വേറൊരു മൊനാസ്ട്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 9-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മൊനാസ്ട്രി ആയത്. ഈ മൊനാസ്ട്രിയുടെ പേര് സെവാനവാങ് മൊനാസ്ട്രി എന്നാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ലേക്ക് ഉണ്ട്, സെവാൻ എന്നാണ് ആ ലേക്കിൻ്റെ പേര്. കയറുമ്പം തന്നെ നമുക്ക് കാച്ച്കാസ് കാണാൻ പറ്റും. ഈ കാച്ച്കാസൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേതിനിൽ നിന്നും കളറിൽ കണ്ട ഒരു വ്യത്യാസം. മുകളിലൊരു ഓറഞ്ച് കളറും താഴേക്കൊരു ബ്ലാക്ക് കളറും അല്ലേ, അത് അവിടുത്തെ മണ്ണിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് ഓരോ സ്ഥലത്തെയും ആ ഒരു കാച്ച്കാസിനുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റും അത്യാവശ്യം നല്ല ക്ലൈമറ്റുമാണ്. അത് കൂടാണ്ട് നല്ലൊരു ലേക്കിൻ്റെ വ്യൂ ഉണ്ട് ഇവിടെ. ശരിക്കും ആദ്യം ഇതൊരു ദ്വീപായിരുന്നു ഈ ഒരു പ്രദേശം. പിന്നീട് ആ ഒരു പ്രദേശത്തെ വെള്ളത്തിൻ്റെ അളവ് അവർ കുറച്ചു. നാച്ചുറലായിട്ടല്ല, ആർട്ടിഫിഷ്യലായിട്ട് തന്നെ അവരതിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ ഏതാണ്ട് ഒരു 20 മീറ്ററോളം അവർ കുറച്ചു. അതിൻ്റെ അകത്തുനിന്ന് അങ്ങനെയാണ് ആ ദ്വീപ് ഇപ്പം ശരിക്കും കരയായിട്ട് നമുക്ക് റോഡ് ബൈ തന്നെ കണക്റ്റഡ് ആണ്. ഇപ്പം ഇവിടെ ഉണ്ടല്ലോ, ഈ പായൽ കാണുന്നുണ്ടല്ലോ, അവർ പറഞ്ഞത് ആ പായൽ ശരിക്കും ഈ പുള്ളിക്കാരിയുടെ, അതായത് നമ്മുടെ ഗൈഡിൻ്റെ ഗ്രാൻഡ്മേഡൊക്കെ കാലത്ത് എടുത്ത് അവർ കയ്യിൽ നമ്മൾ ഹെന്ന ഇടൂലേ, ആ രീതിയിൽ അവരങ്ങനെ ഇടുമായിരുന്നു അത്രേ. നമ്മൾ ശരിക്കും അവിടെ താഴെ വണ്ടി നിർത്തിയിട്ട് മുകളിലോട്ട് ആ ഒരു മൊനാസ്ട്രിയിലേക്ക് കയറി പോകണമെങ്കിൽ അത്യാവശ്യം ഒത്തിരി സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം. അതും കുത്തനെയുള്ള സ്റ്റെപ്പാണ്. ശരിക്കും ഭയങ്കരമായിട്ട് മടുത്തു പോയായിരുന്നു ആ ഒരു സ്റ്റെപ്പ് കയറിയപ്പോഴത്തെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ മടുക്കുന്നത്? അവർക്കത് സ്ഥിരമായിട്ട് കയറുന്നതുകൊണ്ട് അവർക്കത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് മടുത്തു പോയായിരുന്നു. പിന്നെ ഈ ഒരു ലേക്കിനെ കുറിച്ച് അറിഞ്ഞ് ഇതിൻ്റെ അകത്തുള്ളതുണ്ടല്ലോ ഫ്രഷ് വാട്ടർ, അല്ലാണ്ട് നമ്മളുടെ ഉപ്പുവെള്ളം പോലത്തെ ഹാർഡ് വാട്ടറോ ഉപ്പുവെള്ളമോ അല്ല, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമില്ലേ, ആ വെള്ളം തന്നെയാണ്, ഫ്രഷ് വാട്ടറാണ്. അത് ഇവരവിടെ സ്വീറ്റ് വാട്ടർ എന്നാണ് പറയുന്നത്. അത്രയും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം. ഇതിൻ്റെ അകത്തെ ഫിഷ് ആണെങ്കിലും എല്ലാം നല്ല, നമ്മൾ കടലിൽ പിടിക്കുന്ന പോലത്തെ അല്ല, നല്ല രീതിയിലുള്ള ടേസ്റ്റുള്ള ഫിഷും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത്. പിന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇവിടെ സെമിനാരി ഉണ്ട്. അതായത് ഈ ഒരു മൊനാസ്ട്രിക്കുള്ളിൽ തന്നെ ആദ്യകാലത്ത് ഇത് സെമിനാരി ആയിരുന്നു. പിന്നീട് ഇവിടുത്തെ സെമിനാരി നേരെ എഷ്മിയാറ്റിനിലേക്ക്, ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടില്ലേ, ആ ഒരു മൊനാസ്ട്രിയിലേക്ക് ചേഞ്ച് ആക്കി. പക്ഷെ ഇപ്പോഴും ഇവിടെ സ്റ്റുഡൻസ് പഠിക്കുന്നവരും ഉണ്ട്. ഇത് ശരിക്കും അറബ്സ് അവരെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു മൊനാസ്ട്രി, അതായത് 7 to 9 സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആൾക്കാർ കുറച്ച് ഒളിച്ച് താമസിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഈ പ്രീസ്റ്റ് പോലത്തെ ആൾക്കാർ വന്ന് താമസിക്കുമായിരുന്നു ഇവിടെ. അപ്പം ആ സമയത്തെ കുറേ കാച്ച്കാസ് ഇവിടെ കുഴിച്ചെടുത്തപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ സൈഡിലൂടെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും അത്രയും സെഞ്ച്വറീസ് പഴക്കമുള്ള കാച്ച്കാസാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പുനഃക്രമീകരിച്ചപ്പോഴത്തേക്ക് അവർക്കിത് എവിടെയും സ്ഥാപിക്കാൻ പറ്റാണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ വെച്ചത്. പിന്നെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇന്നൊരു ചർച്ചിൻ്റെ അകത്തേക്ക് കയറാം. ഇതിനകത്ത് ശരിക്കും 2 ചർച്ചുണ്ട്. അതിൽ ഒരു ചർച്ചിൻ്റെ അകത്തേക്കാണ് വന്നത്. പിന്നെ ഇവിടുത്തെ ഈ മൊനാസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മൊനാസ്ട്രിയാണ്. ബാക്കിയുള്ളിടത്തൊക്കെ ഇത്രയും സ്ട്രിക്റ്റ് ഇല്ല. കൂടാണ്ട് ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയപ്പെടുന്നതും, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ എജ്മിയാറ്റിനിൽ പോയില്ലേ, അവിടെ ഉണ്ടായിരുന്നതിൽ, അതായത് പാപങ്ങൾ ചെയ്ത പ്രീസ്റ്റായിട്ടുള്ള ആൾക്കാർക്ക് പണിഷ്മെൻറ്റ് പോലെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആക്കി വിടുന്നതായിട്ടും ഇവർ പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാം, അൽത്താരയിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഈശോനെ കയ്യിൽ പിടിച്ചിട്ടുള്ള അതുപോലെ അവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കുരിശ്, തിരി കാര്യങ്ങളൊക്കെ എന്താണ് സിമ്പിളായിട്ടുള്ളതല്ലേ. അങ്ങനെ സിമ്പിളായിട്ടുള്ളത് ചെയ്യുന്നതിൻ്റെ അർത്ഥം ആ ഒരു പള്ളിയുടെ വരുമാനം അത്രയേ ഉള്ളൂ. അതേസമയം ചില പള്ളികളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഭയങ്കര ഡെക്കറേറ്റീവ്. അപ്പം അതിൻ്റെ അർത്ഥം അവിടെ അവർക്ക് വരുമാനം കുറച്ച് കൂടുതൽ. അങ്ങനെ ആ ഒരു ഡിഫറൻസ് ഇവർ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് തിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ തിരി കത്തിക്കുന്നതിന് വേറൊരു അവരുടെ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് പ്രാർത്ഥിക്കാനും മറ്റുമായിട്ട് ഈ മൊനാസ്ട്രിയിലുള്ള സന്യാസിമാർ ഗുഹകളിലാണ് പോയിരുന്നത്. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് അവർക്ക് കിട്ടിയിരുന്നത് തിരികളാണ്, തിരിയും തീപ്പെട്ടിയൊക്കെ. അപ്പം അത് അവർ കത്തിച്ച് വെച്ച് പ്രകാശത്തിന് വേണ്ടിയിട്ട് അത് കത്തിച്ച് വെച്ചിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം
പിന്നീട് ഇത് കണ്ടുപിടിച്ച ആൾക്കാർ അവിടെ തിരി തെളിച്ചതിൻ്റെ സാന്നിധ്യമോ കരിയപ്പൊക്കെയൊക്കെ കാണുമ്പം ഇവിടെ പണ്ട് ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അതൊരു പറച്ചിൽ അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് എന്നാന്ന് വെച്ചാൽ അവിടെ ഒരു മനുഷ്യൻ ഇവർ ഈ കാശ്കാസ് പോലത്തെ സാധനങ്ങൾ കല്ലിൽ കൊത്തി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങി കൂടുതൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഈ സോനി ഷോപ്സുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇതായിരുന്നു ഈ വൈറ്റ് കളറിലുള്ള കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി. അന്നേരത്തേക്കും തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതൽ നേരം അവിടെ നിന്നില്ല, അന്നേരം തന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക ചെയ്തത്. ഇതാണ് നമ്മളതിന് പോയത്. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവരിവിടെ കൊണ്ടുവന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അർമേനിയയിൽ ഏറ്റവും നല്ല ഫിഷ് കിട്ടുന്നത് ഈ ഒരു സെവാൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലാണ്. കാരണം ബാക്കിയുള്ളിടത്തെ ഫിഷൊന്നും അത്ര ഫ്രഷ് ആയിരിക്കുമല്ലോ. ഇവിടെ എന്ന് പറയുമ്പം ഫ്രഷ് ആയിട്ടുള്ള ഫിഷും കിട്ടും. അങ്ങനെ പിന്നെ നമ്മളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആലിപ്പഴം പെയ്തിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അത്രയും തണുപ്പായിരുന്നു, അത്രയും നല്ലൊരു എന്താ പറയണ്ടത്, നമ്മൾക്ക് ആ റൂമിൽ ആ ഗ്ലാസ് അടച്ചു വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് പോലും തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അവിടെ മഞ്ഞ് വീഴ്ച അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പും നല്ല ക്ലൈമറ്റുമായിട്ട് അടിപൊളി ഒരു റിസോർട്ട് സെറ്റപ്പിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. പിന്നെ ഇവിടെ ഇപ്പോൾ കാർമേഘം മൂടിക്കിടക്കുന്നതുകൊണ്ട് അത്ര കാര്യമായിട്ട് കാണത്തില്ല. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് അറാറത്തും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കാണാമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നമ്മൾ ഡിലിജൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. ഡിലിജനിൽ ശരിക്കും നമുക്ക് അവിടെ 2-3 സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പോകുമ്പം തന്നെ ഇവിടെയൊക്കെ നോക്കിയോ, ഇവിടെ ഉണ്ടല്ലോ ഒരു തുരങ്കം കടന്നിട്ട് വേണം, ടണൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇവിടെ നോക്കുമ്പോഴത്തേക്കും അധികം മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു പ്രദേശമല്ലേ. പിന്നെ ഇവിടെ മഞ്ഞായതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തത്. അങ്ങനത്തെ പ്രദേശം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ടണൽ കിട്ടുക. ടണൽ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഉണ്ടല്ലോ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് നമ്മൾ കാണുന്ന വ്യൂ, മുഴുവൻ കാടും മരങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഈ മൊട്ടക്കുന്നുകൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. അത് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ് ഇവിടെ മണ്ണൊലിപ്പും അതുപോലെ ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇതുപോലത്തെ സ്ഥലങ്ങൾ. ഇത് നമ്മൾ അത് കഴിഞ്ഞ് പോയ ഒരു സ്ഥലമായിരുന്നേ. ഇത് ശരിക്കും ഡിയേഴ്സ് ബ്രീഡിങ് സെൻറ്റർ ആയിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര മഴയുണ്ട്, നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ പുറത്തുനിന്ന് ചെറിയൊരു കുറച്ച് ഡക്കിനെയൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വരിക ചെയ്തേ. പിന്നെ ഡിലിജനിൽ ചെന്നിട്ട് അവിടെ നമ്മളൊരു ഹോട്ടലിൽ സ്റ്റേ ഉണ്ടായിരുന്നു. ആ ഹോട്ടലും പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, അടിപൊളി സെറ്റപ്പുള്ളൊരു ഹോട്ടലായിരുന്നു. കയറി ചെല്ലുമ്പം തന്നെ ചെറിയൊരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് അറ്റാച്ച്ഡ് ഒരു കിച്ചണുണ്ട്. ഒരു മിനി അപ്പാർട്ട്മെൻറ്റ് സ്റ്റൈലിലുള്ളൊരു സംവിധാനമായിരുന്നു. അതിൻ്റെ അകത്ത് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു വീട്ടിലേക്ക് എന്തുമാത്രം പാത്രങ്ങൾ വേണോ അതിനുമാത്രം പാത്രങ്ങളും സ്പൂണും, നമുക്കൊരു കിച്ചണിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഇവിടെ ഇതിപ്പോൾ ആ കബോർഡിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് അതുപോലെ പാത്രം കഴുകുന്ന സംഭവങ്ങളെല്ലാം, ഇത് സ്പൂണ് കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ കുക്കിങ്ങിനാണെങ്കിൽ കുക്കിംഗ് റേഞ്ചും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അവിടുത്തെ ഒരു ടീ പൗഡർ പോലത്തെ, അത് ശരിക്കും എന്തോ ഒരു ഫ്ലവർ പോലത്തെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ടീ ഉണ്ടല്ലോ, ആ ടൈപ്പ് സംഭവമാണ്. എന്നിട്ട് അവിടുന്ന് അടുത്ത ഒരു റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വലിയൊരു മിററുണ്ട്. ഇത് സ്റ്റെയറിൻ്റെ അടിയിൽ വാഷിംഗ് മെഷീന്. ശരിക്കും നമ്മൾ യെരവനിൽ നിൽക്കുന്ന ആ ഒരു ഹോട്ടലിൽ ഇങ്ങനത്തെ സംവിധാനങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. ഇത് എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് ഒരു ടോയ്ലറ്റ് ഏരിയ ഉണ്ട്. പിന്നെ അവിടെ ഉള്ളത് ഒരു TV ഹാള് പോലത്തെ ഒരു സെറ്റപ്പ്. അതിൻ്റെ സൈഡിൽ കണ്ട് ഈ വിറകൊക്കെ വെച്ചിട്ട് നമുക്ക് തീ കത്തിക്കണം എന്നാണ്, തീ കത്തിച്ചിട്ട് അങ്ങനെ ചൂടാവുന്ന രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അവിടുന്ന് നേരെ നമുക്ക് പുറത്തോട്ടിറങ്ങാം. ഇത് ശരിക്കും 2 നിലയാണ്. ഇതിപ്പം താഴത്തെ ഫ്ലോറാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് പ്രൈവറ്റായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ട് പിന്നെ ഇവിടെ നേരെ ഇവിടെ താഴത്തെ നിലയിൽ ബെഡ്റൂം കാര്യങ്ങളൊന്നുമില്ല. അവിടെ നേരെ പോയിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നേരെ കയറി ചെല്ലുമ്പോൾ ഓപ്പോസിറ്റ് തന്നെ കാണുന്നത് ഒരു വാഷ്റൂം, ഒരു ടോയ്ലറ്റ്. പിന്നെ
നേരെ ലെഫ്റ്റ് സൈഡും ശരി റൈറ്റ് സൈഡും ശരി 2 സൈഡിലും ഓരോ ബെഡ്റൂം വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 പേർക്ക് വേണ്ടി ഇത്രയും വലിയ സെറ്റപ്പിനൊന്നും ആവശ്യമില്ല. പക്ഷേ ഒരു ഗ്രൂപ്പായിട്ട് പോയാലും നമുക്ക് അത്യാവശ്യം നിൽക്കാനുള്ള ഒരു സെറ്റപ്പ് അതിൻ്റെ അകത്ത് ആ ഒരു റിസോർട്ടിൽ തന്നെ, റിസോർട്ടെന്ന് തന്നെ പറയാം, അത്രയും ഭംഗിയായിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു അത് പിന്നെ ഓൾമോസ്റ്റ് ലൈക്ക് റിസോർട്ട് ടൈപ്പായിരുന്നു. കാരണം ഓരോരോ ക്യാബിൻ പോലെയായിരുന്നു അതുണ്ടായിരുന്നത്. ഈ മേലത്തെ ഈ ഒരു ഡോർ എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയില്ല. അത് ഞാൻ കുറേ നേരം ശ്രമിച്ചു, പക്ഷെ അത് ഓപ്പൺ ആയില്ല. എന്നിട്ട് പോയിട്ട് നെക്സ്റ്റ് ബെഡ്റൂം ഇത്, ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബെഡ്റൂം ഇത്. എന്നിട്ട് ഈ ബെഡ്റൂമിലും സെപ്പറേറ്റ് കബോർഡ്, അതുപോലെ അതിൻ്റെ അകത്ത് ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ഉണ്ട്. ഇവിടുന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി ഓപ്പൺ ആക്കി പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇതാണ് നമ്മളുടെ ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു റിസോർട്ട് സെറ്റപ്പ്. ഇതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയയും എല്ലാം ഉണ്ട്. ആ ഏരിയ കണ്ടപ്പോഴത്തേക്കും സിയ അന്നേരം മുതലേ കരയുന്നു, എനിക്ക് അവിടെ പോകണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ വിട്ടില്ല, കാരണം അവിടെ ഭയങ്കരമായിട്ട് മഴയും പെയ്യുന്നുണ്ട്, മുഴുവൻ ചെളി പിടിച്ച് കിടക്കുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ടേക്കൊന്നും വിട്ടില്ല. ഇതാ ഇപ്പോൾ അവിടുത്തെ പാത്രങ്ങളുടെ ശേഖരം ഞാൻ പിന്നെ സെപ്പറേറ്റ് വന്നിട്ട് എടുത്ത് കാണിച്ചതാണ്. കാരണം അത് കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് ശരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന കുക്ക് ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നും. കാരണം അവരുടെ ഫുഡുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത്ര പിടിച്ചില്ല. കാരണം ഇവർ ഈ റൊട്ടിയും അതുപോലെ ഗ്രില്ല് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും. നമ്മളുടെ പോലെ ഈ കറി കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ കൂടെ കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ട് കുക്ക് ചെയ്യാൻ തോന്നി. പക്ഷേ അവിടെ നമ്മളുടെ ഐറ്റംസ് ഒന്നും കിട്ടില്ല. അതുമല്ല നമ്മൾ നാളെ രാവിലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പിന്നെ അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്തിട്ടൊന്ന് ചെറിയൊരു ചായ പോലെ ഇടാൻ തോന്നി, കാരണം നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആ ഒരു ടീ പൗഡർ. ടീന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഒരു യെല്ലോ കളർ ഒരു ഫ്ലവർ നമ്മൾ വന്ന വഴിക്ക് ഫുള്ള് കണ്ടായിരുന്നു. അത് ഡ്രൈ ആക്കിയിട്ട് എന്തോ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് അത് ഞാൻ ഒരു കെറ്റിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തൊരു പഞ്ചസാര ഇട്ടിട്ട് എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനോർത്ത് ദൈവമേ ഇതെന്തായിരിക്കും ടേസ്റ്റ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, സംഭവം കൊള്ളാമായിരുന്നു. ഒരു നമ്മൾ സാധാരണ ട്രൈ ചെയ്യുന്ന ഒരു ടീയുടെ രീതിയോ ഒന്നുമല്ല. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റും സ്പെഷ്യലായിട്ടുള്ളൊരു ടീ അങ്ങനെയൊക്കെ. ഞാൻ അവിടെ നമ്മളുടെ ഗൈഡായിട്ടുണ്ടായിരുന്ന ആ കുട്ടിയോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞേ അവരുടെ ടീ എന്ന് പറയുന്നത് ഇതുപോലെ ഫ്ലേവേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ്, അല്ലാണ്ട് നമ്മൾ തേയില പോലത്തെ സാധനങ്ങളൊന്നും അല്ല അവർ ചായയായിട്ടോ ഒന്നും യൂസ് ചെയ്യുന്നത്. അതുമല്ല അവിടെ നമ്മളുടെ പോലെ പാലൊഴിച്ച് അവർ ചായ കാപ്പി ഒന്നും എടുക്കില്ല. സാധാരണ പോലെ കട്ടൻ കാപ്പി, കട്ടൻ ചായ, ഇതൊക്കെ അവരുടെ കാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര കടുപ്പമുള്ള കാപ്പിയാണ്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ആ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്ത് പോയപ്പോഴത്തേക്ക് അത് ഏതാണ്ടൊരു ഇന്ത്യൻ ടച്ച് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് പോലെയാണ് തോന്നി. കാരണം കയറുന്ന വഴിക്ക് തന്നെ ഗണപതിയുടെ ഒരു ചെറിയൊരു വിഗ്രഹമൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വിശേഷം.